ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ പ്രിയേ. സോറി ചേച്ചി. ചേച്ചി എന്നെ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചതും അത്ര വലിയ തെറ്റല്ലേ? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാ. ഞാൻ നിന്നെ തല്ലിയതും തെറ്റാ. അച്ഛന്റെ കാര്യം ഓർത്തപ്പോ പറ്റിപ്പോയതാ. സോറി. ചേച്ചിയോട് ഞാനിനി ഒരിക്കലും പിണങ്ങില്ല. ചേച്ചിയോടൊന്നല്ല, ആരോടും ഞാൻ പിണങ്ങില്ല. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞ പഴയ വാക്ക് പാലിക്കണം. വരുണ്ണെ എനിക്ക് വിട്ടു തന്നോളാന്ന് ചേച്ചി എന്നോട് വാക്ക് പറഞ്ഞിരുന്നല്ലേ? വരുണും ഞാനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ചേച്ചി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വരുണിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം ചേച്ചി. ഇതിനു മുൻപ് ഞാൻ എന്നോട് സംസാരിച്ചപ്പോഴൊക്കെ നീ ആ വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി അത് പറ്റില്ല പ്രിയ. അച്ഛനും അമ്മയും എപ്പോ ഇക്കാര്യം അംഗീകരിച്ചോ ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാ എനിക്ക് വരുണിനോടൊപ്പം ജീവിക്കണമെന്ന്. നീ ഒരിക്കലും വരുണിനെ സ്നേഹിച്ചിട്ടില്ലല്ലോ. സ്നേഹം നടിച്ചിട്ടല്ലേ ഉള്ളൂ. വിട്ടുതരാൻ നിനക്ക് എളുപ്പം. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, ഇനി നീ കാര്യത്തിൽ സംസാരിക്കണ്ട. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. നീ എന്തിനാ മോളെ അവളോട് കാലു പിടിച്ച് കരയുന്നേ? എനിക്കിതൊന്നും കേട്ടാ സഹിക്കില്ലെന്നറിയില്ലേ? മുത്തശ്ശിയോട് ആരാ പറഞ്ഞേ ഞാൻ കാലു പിടിച്ച് കരഞ്ഞൂന്ന്? ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ മുത്തശ്ശി? ആ, ഞാൻ അമ്മയെ വിളിച്ച് സോറി പറഞ്ഞു. അച്ഛനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞു. നാളെ മുതൽ എന്നെ കാണാതാവുമ്പോ എല്ലാവരുടെ മനസ്സിൽ ഇത് കിടക്കില്ലേ? ആ സങ്കടം ഉള്ളി കിടന്ന് അവരുടെ മനസ്സൊന്ന് വെന്തോട്ടെ മുത്തശ്ശി. അതിനിപ്പോ എന്താ? എടി ഭയങ്കരി, അതെ നിന്നെ ഞാൻ സമ്മതിച്ചു. ഇപ്പൊ അമ്മയുടെയും ചേച്ചിയുടെയും മുന്നിലേ ഞാൻ നല്ല കുട്ടിയാ. ഒരു നല്ല കുട്ടി കാണാതായാലല്ലേ എല്ലാരും സങ്കടപ്പെടൂ. സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ മുത്തശ്ശി? ജീവിതത്തില് അഭിനയിച്ച് പഠിച്ചല്ലേ പറ്റൂ. ആ, എന്നാലേ ഇനി നിന്റെ തീരുമാനം പോലെ തന്നെ ആവട്ടെ.